ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം 1 പോകാം. അദ്ദർസുൽ അവ്വൽ. പാഠം 1. ഹാഷിമു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഹാഷിം പറയാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ റഹ്മത്തും അവൻ്റെ ബറക്കത്തും ഉണ്ടാകട്ടെ. അസ്സലാമു മുബ്തദഉൻ മർഫൂൻ അല ഹർഫു ജർ കും ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ വ ഹർഫു അത്തഫ് റഹ്മത്തുല്ലാഹി. റഹ്മത്തു മുലാഫ്, അല്ലാഹി ഇസ്മുൽ ജലാല മുലാഫിലെ മജ്റൂർ വ ഹർഫു അത്തഫ് ബറക്കാത്തു മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ. അൽ മുദരിസു. അപ്പോൾ ഹാഷിം മുദരിസിനോട്, അധ്യാപകനോട് സലാം പറഞ്ഞു. അപ്പോൾ മുദരിസ് മടക്കാണ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ ഹർഫു അത്തഫ് അലൈക്കും അല ഹർഫു ജർ കും ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. അസ്സലാമു മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ മുബ്തദന പിന്തിച്ചു, ഖബറിന മുന്തിച്ചു. പിന്നെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ ഹർഫു അത്തഫ് റഹ്മത്തുല്ലാഹി മുലാഫ് മുലാഫിലെ മജ്റൂർ വ ഹർഫു അത്തഫ് ബറക്കാത്തുഹു മുലാഫ് മുലാഫിലെ മജ്റൂർ. ഹാഷിമുൻ. കൈഫ ഹാലുക് യാ ഉസ്താദ്. ഉസ്താദെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ലഅല്ലക ബിഖൈർ. നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ലഅല്ല നമുക്കറിയാം അർത്ഥം പ്രതീക്ഷ, പ്രതീക്ഷിക്കുക. ലഅല്ല. അപ്പോൾ ലഅല്ലൻ്റെ കൂടെ ദമീർ മുത്തസിൽ കാ വന്നു. അപ്പോൾ അതെന്താ? ഇസ്മു ലഅല്ല. ബി ഹർഫു ജർ ഖൈറിൻ ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബറു ലഅല്ല. അപ്പോൾ നമ്മൾ ലഅല്ല പഠിച്ചതാണ്. ഇന്നൻ്റെ സഹോദരിയാണ് ലഅല്ല. അപ്പോൾ ഇന്നൻ്റെ ഇസ്മ് മൻസൂബാണ്. നമുക്കറിയാം മുബ്തദഉൻ മർഫൂൻ. ജുംല ഇസ്മിയയിലേക്ക് ഇന്ന പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ ഇന്നൻ്റെ സഹോദരിമാർ പ്രവേശിച്ചാൽ പിന്നെ മുബ്തദ എന്താവും? ഇസ്മു ഇന്നയാവും, അല്ലെങ്കിൽ ഇസ്മു ലഅല്ലയാവും. പിന്നെ ഖബർ എന്താവും? ഖബറു ലഅല്ലയാവും. അപ്പോൾ ഇവിടെ ലമീർ മുത്തസിലാണ് ലഅല്ലൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്, ഒട്ടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ലമീർ മുത്തസിൽ എന്താവും? ഇസ്മു ലഅല്ല. പിന്നെ ബി എന്താ? ഹർഫു ജർ ഖൈറിൻ ഇസ്മു മജ്റൂർ. അപ്പോൾ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബറു ലഅല്ല. രണ്ടാമത്തെ ഇനം ഖബർ. ഈ ഇന്നക്കും ഇന്നൻ്റെ സഹോദരിമാർക്കും ഖബറിൽ 5 ടൈപ്പ് ഖബറും വരും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും, മനസ്സിലാവും. ഇപ്പം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ ബുക്ക് 1 പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ശരിയാവും. ബാറക്കല്ലാഹു ഫീക്കും. അൽ മുദരിസു. അൽഹംദുലില്ലാഹ്. വ കൈഫ ഹാലുക് അൻത യാ ഹാഷിം. അന ഉഹിബ്ബുക കസീറൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അപ്പോൾ കൈഫ ഹാലുക് എന്ന് വെച്ചാൽ നമ്മൾ മറുപടി പറയാം അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദു മുബ്തദഉൻ മർഫൂൻ ലി ഹർഫു ജർ അല്ലാഹി ഇസ്മുൽ ജലാല ഇസ്മു മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ഇനം ഖബർ. വ ഹർഫു അത്തഫ് കൈഫ ഹാലുക്. നിനക്ക് എങ്ങനെയുണ്ട്? ഇത് ക്വസ്റ്റ്യനാണ്. അൻത യാ ഹാഷിം, അല്ലയോ ഹാഷിമെ. അപ്പോൾ ഇവിടെ കൈഫ ഹാലുക് എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെയുണ്ട് എന്നിട്ട് പിന്നെയും അൻത പറയുമ്പോൾ ഉറപ്പിച്ച് ചോദിക്കാനാണ്. പിന്നെയും നീ നീ എന്ന് പറയേണ്ട ആവശ്യമില്ല. കൈഫ ഹാലുക് യാ ഹാഷിം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കൈഫ ഹാലുക അന്ത യാ ഹാഷിം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ്. അത് നിനക്ക് എങ്ങനെയുണ്ട് ഹാഷിമേ. അന ഉഹിബ്ബുക കസീറൻ. നിന്നെ വളരെയധികം ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഉഹിബ്ബു ഒരു ഫീലാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. യാ ഹാഷിമു. ഹാഷിമേ, ഇന്നക ത്വാലിബുൻ ദഖിയുൻ വ മുജ്തഹിദുൻ വ ദൂ ഖുലുഖിൻ. ഹാഷിമേ, ഇന്നക തീർച്ചയായും നീ ത്വാലിബുൻ ഒരു വിദ്യാർത്ഥിയാണ്,
ദഖിയുൻ ബുദ്ധിയുള്ള, വ മുസ്തഹിദുൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന, വദു ഹുലുക്കിൻ സ്വഭാവ ഗുണങ്ങളുള്ള, നല്ല സ്വഭാവമുള്ള. അപ്പോൾ ഇന്ന ഹർഫു തൗക്കീദ് വന്നസ്ബ്, ഹർഫു തൗക്കീദ് വന്നസ്ബ്. ക ഇസ്മു ഇന്ന മൻസൂബ്, ത്വാലിബുൻ ഖബറു ഇന്ന. അപ്പോൾ ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ് ലമീർ മുത്തസിലും ആകാം. അപ്പോൾ ഇന്നക്ക് ശേഷം വരുന്ന ലമീർ മുത്തസിലായാൽ അതായിരിക്കും ഇസ്മു ഇന്ന. ത്വാലിബുൻ പിന്നെ ഖബറു ഇന്ന. ദക്കിയുൻ അതിൻ്റെ വിശേഷനാണ്, ബുദ്ധിയുള്ള വിദ്യാർത്ഥി വിശേഷനാണ്. അപ്പോൾ ദക്കിയുൻ നകത്താണ്, വ ഹർഫു അത്തഫാണ്. മുസ്തഹിദുൻ വീണ്ടും നകത്താണ്, വ ഹർഫു അത്തഫാണ്. ദു വീണ്ടും നകത്താണ്, വിശേഷനാണ്, സ്വഭാവ ഗുണങ്ങൾ ഉള്ള. ദു നമുക്കറിയാം ഉള്ള എന്നുള്ള അർത്ഥം വരാം. അപ്പോൾ ദു ഇവിടെ എന്തും കൂടിയാണ്, മുലാഫാണ്. അപ്പോൾ ഹുലുക്കിൻ അതിന് കസറായിരിക്കണം അവസാനത്തെ അക്ഷരത്തിന്. ഹുലുക്കിൻ കിൻ മുലാഫിലെ മജ്റൂർ. അമിൻ പാകിസ്ഥാന അന്ത അമ്മിനൽ ഹിന്ദിയ ഹാഷിം. ഹാഷിമെ നീ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇന്ത്യയിൽ നിന്നാണോ? നമുക്കറിയാം ചോദ്യം ചോദിക്കുമ്പം എന്ന് പറയാം, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടി ചോദ്യത്തിൽ വന്നാൽ അമ്മ ഉപയോഗിക്കുക. ചോദ്യം അല്ലെങ്കിലോ ഔ എന്ന് ഉപയോഗിക്കാം, ഔ. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അമിൻ പാകിസ്ഥാന അന്ത അം മിൻ അൽ ഹിന്ദിയ ഹാഷിം. ഹാഷിമെ നീ ഇന്ത്യയിൽ നിന്നാണോ അതോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നാണോ? അപ്പോൾ അങ്ങനെ ചോദിക്കാൻ അമ്മാണ്. ചോദ്യത്തിൽ വരുമ്പോൾ എന്നുള്ള ഹർഫാണ് ഉണ്ടാവുക. അപ്പോൾ അമ്മിൻ പാകിസ്ഥാന, പാകിസ്ഥാന എന്ന് പറയുമ്പോൾ എന്താ, മിൻ ഹർഫു ജറാണ്. പാകിസ്ഥാനി എന്ന് പറയൂല. എന്തുകൊണ്ട്? ഇത് ഗൈറ് മുൻസരിഫാണ്. ഗൈറ് മുൻസരിഫ് എന്ന് പറഞ്ഞാൽ എന്താ, മർഫൂ ഉണ്ടാവും, മൻസൂബ് ഉണ്ടാവും, മജ്റൂർ ആകേണ്ടടുത്തും മൻസൂബായിരിക്കും. അപ്പോൾ പാകിസ്ഥാനു എന്ന് പറയാം ലമ്മത്ത്, പാകിസ്ഥാനാന്ന് പറയാം ഫതഹത്ത്. പിന്നെ പാകിസ്ഥാനി എന്ന് പറയേണ്ടടുത്തും പാകിസ്ഥാനാന്നാണ് പറയാം. അതാണ് ഗൈറു മുൻസരിഫ്. അപ്പോൾ ആ മിൻ പാകിസ്ഥാനി എന്ന് പറയൂല. ഇവിടെ മിൻ ഹർഫു ജർ വന്നാൽ പിന്നെ പാകിസ്ഥാനി എന്നല്ല പറയണം, അങ്ങനെ പറയില്ല. കാരണം ഈ ഇസ്മ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇസ്മ ഗൈറു മുൻസരിഫാണ്. എന്താ ഗൈറു മുൻസരിഫ്? അതിന് തൻവീനില്ല, തൻവീനില്ല. അപ്പോൾ തൻവീൻ ഇല്ലെങ്കിൽ അത് മജ്റൂർ ആകൂല. മജ്റൂർ ആകേണ്ട സ്ഥലത്തും മൻസൂബായിരിക്കും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, പിന്നെ അന്ത മിൻ പാകിസ്ഥാന അമ്മിനൽ ഹിന്ദി, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അന്ത എന്ന് ആദ്യം വരാൻ പാടില്ല. ഏതിനെക്കുറിച്ചാണോ നമുക്ക് സംശയമുള്ളത് അതാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ പാകിസ്ഥാനാണോ ഇന്ത്യ എന്നാണോ എന്ന സംശയം, അപ്പോൾ അതാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ അന്ത മിൻ പാകിസ്ഥാൻ എന്നല്ല പറയണേ. പിന്നെയോ മിൻ പാകിസ്ഥാന അന്ത പിന്നെയാ വരാം. മിനൽ ഹിന്ദിയ ഹാഷിമു. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഹാഷിമുൻ ഇന്നി മിനൽ ഹിന്ദി, തീർച്ചയായും ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ന ഹർഫു തൗക്കീദ് വന്നസ്, യാ മുത്തക്കല്ലിം ഇസ്മു ഇന്ന, മിൻ ഹർഫു ജർ, അൽ ഹിന്ദി ഇസ്മു മജ്റൂർ, ജാറും ബ മജ്റൂർ, ഷിബ്രു ജുംല, ഖബറു ഇന്ന. അൽ മുദർരിസു അധ്യാപകൻ പറയാം, വീണ്ടും ചോദിക്കുകയാണ്. വ ജമീലുക്ക നിൻ്റെ സഹപാഠിയും, അല്ലദീ ഖറജ മഅക അൽ ആന മിനൽ ഫസ്ലി, ബാക്കോട്ട് പോയി നോക്ക്, ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ നിൻ്റെ കൂടെ പുറപ്പെട്ടവൻ. അപ്പോൾ നിൻ്റെ സഹപാഠിയും ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ട ആ സഹപാഠി, അഹുവ അവനാണോ, ഐദൻ അവനും ആണോ, ഐദൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ, അഹുവ ഐദൻ ഓൾസോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അഹുവ ഐദൻ അവനുമാണോ, മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഹാഷിമ മറുപടി പറയാം, ല അല്ല, ഇന്നഹു മിൻ പാകിസ്ഥാന, ഇന്ന ഹർഫു തൗക്കീദ് വന്നസ്ബ്, ഹു ഇസ്മു ഇന്ന മൻസൂബ്, മിൻ ഹർഫു ജർ, പാകിസ്ഥാന ഇസ്മ് മജ്റൂർ, ഗൈറു മുൻസരിഫാണ്, തൻവീൻ ഇല്ലാത്ത ഇസ്മാണ്, മജ്റൂർ ആകൂല, മജ്റൂർ ആകേണ്ട ഇവിടെ മൻസൂബാകാം, ഫതഹ തന്നെ വരാം, മിൻ പാകിസ്ഥാന.
ഇത് നമ്മൾ ബുക്ക് 1 അവസാനത്തെ അധ്യായങ്ങളിൽ പഠിച്ചതാണ്. ഗൈറു മുൻസരിഫ്. ബാറക്കല്ലാഹു ഫീക്കും. അതിനി കുറേ വരും ഇൻഷാ അല്ലാ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എളുപ്പമാവും ഇൻഷാ അല്ലാ. അൽ മുദർരിസു ഇന്ന സാഅതക ജമീലത്തുൻ യാ ഹാഷിമു. ഹാഷിമെ, നിൻ്റെ വാച്ച് ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇന്ന ഹർഫു തൗക്കീദ് വ നസ്ബ്. ഇവിടെ ലമീർ മുത്തസിലല്ല വന്ന്, പിന്നെയോ സാഅത ഇസ്മു വന്നു. അപ്പോൾ സാഅത ഇസ്മു ഇന്ന മൻസൂബ്. ഇന്ന സാഅതു അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന സാഅത ഫതഹത്തായിരിക്കണം. കാരണം ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മു ഇന്ന മൻസൂബ് ഫതഹത്താണ്. പിന്നെന്താ അത്? വഹുവ മുലാഫ് ക മുലാഫിലെ മജ്റൂർ. നിൻ്റെ വാച്ച്. അപ്പോൾ മുലാഫിലെ ഇൻ്റെന്ന് വന്നു. ജമീലത്തുൻ ആ വാച്ചിൻ്റെ വിശേഷണമാണ്, ഭംഗിയുള്ളതാണ്. യാ ഹാഷിമു ഹാഷിമേ. യാ നമുക്കറിയാം ഹർഫു നിദ, ഹാഷിമു മുനാദ. യാ ഹർഫു നിദ വിളിക്കുന്നതിൻ്റെ ഹർഫ്, ഹാഷിമു മുനാദ വിളിക്കപ്പെട്ട ആൾ. അമിനൽ യാബാനിഹിയ, അത് ജപ്പാനിൽ നിന്നാണോ? അമിനൽ യാബാനിഹിയ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ ഹിയ മിനൽ യാബാനി അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ മിനൽ യാബാനി ഹിയ അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ഹിയ മുഅന്നസ് വന്നു? കാരണം സാഅത്തുൻ അത് മുഅന്നസാണ്. സാഅത്തുൻ ആ കെട്ടുള്ള ത ആണ് സാഅത്തുൻ. പക്ഷെ ഇവിടെ സാഅത്തക്ക ഇന്ന സാഅത്തക്ക ലമീർ മുത്തസിൽ വന്നുകൊണ്ട് ആ കെട്ടുള്ള ത തുറന്ന ത ആയിരുന്നേ ഉള്ളൂ. ഒറിജിനലി അടിസ്ഥാനപരമായിട്ട് സാഅത്തുൻ എന്ന് പറയുമ്പം ആ കെട്ടുള്ള ത ആണ് വരാം. അപ്പോൾ അത് മുഅന്നസാണ്. അതുകൊണ്ടാണ് അമിനൽ യാബാനി ഹിയ അത് എന്ന് പറയാൻ ഹിയ മുഅന്നസ് ഉപയോഗിച്ചത്. ഹുവ എന്ന് പറയാൻ പാടില്ല. ഹാഷിമുൻ ല ഇന്നഹ മിനൽ ഹിന്ദി. അല്ല, തീർച്ചയായും അത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ വാച്ചാണത്, ജപ്പാൻ വാച്ചല്ല. വല്ല ഹർഫു നഫി. ഇന്ന ഹർഫു ഇന്ന തൗക്കീദ് വ നസ്ബ്. ഹ ലമീർ മുത്തസിലാണ്. അപ്പോൾ ഇസ്മു ഇന്ന. മീൻ ഹർഫു ജർ. അൽ ഹിന്ദി ഇസ്മു മജ്റൂർ. ജാറുമ മജ്റൂർ. ശിബു ജുംല. ഖബറു ഇന്ന രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അൽ മുദർരിസു അഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ. അത് വില കൂടിയതാണോ അതോ വില കുറഞ്ഞതാണോ? ഗാലിയത്തു എന്ന് പറഞ്ഞാൽ വില കൂടിയത്, റഖീസത്തു എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ ഹിയ ഗാലിയത്തുൻ അം റഖീസത്തുൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെയോ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് അത് ആദ്യം വരണം. അപ്പോൾ ആ ഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ. ഹാഷിമുൻ ഇന്നഹ റഖീസത്തുൻ ജിദ്ദൻ. അത് തീർച്ചയായും അത് വളരെ വില കുറഞ്ഞതാണ്. ഇന്ന ഹർഫു തൗക്കീദ് വനസ്ബ്. ഹ ലമീർ മുത്തസിൽ. ഇസ്മു ഇന്ന മൻസൂബ്. റഖീസത്തുൻ ഖബറു ഇന്ന മർഫു. ജിദ്ദൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ഇന്നഹ ബിമിയത്തി റുബിയത്തിൻ ഫഖത്ത്. അത് 100 രൂപ മാത്രമേ ഉള്ളൂ. ഫഖത്ത് അവസാനത്തെ ഫഖത്ത് എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ ഇന്ന ഹർഫു തൗക്കീദ് വ നസ്ബ്. ഹ ഇസ്മു ഇന്ന മൻസൂബ്. ബി ഹർഫു ജർ. മിയത്തി ഇസ്മു മജ്റൂർ. ജാറുമ മജ്റൂർ. ശിബു ജുംല ഖബർ. വഹുവ മുലാഫ്. റുബിയത്തിൻ മുലാഫിലെ മജ്റൂർ. ഫഖത്ത് ഹർഫാണ്. ഓക്കെ, ഫഖത്ത് ഹർഫാണ്. അപ്പോൾ മിയത്തുൻ നമ്മൾ പഠിച്ചതാണ്. മിയത്തുൻ വന്നാൽ അത് എണ്ണാണ്. പിന്നെ എണ്ണപ്പെടുന്നത് റുബിയത്തുൻ അത് മുഫ്രദായിരിക്കും, ഏകവചനായിരിക്കും. 3 മുതൽ 10 വരെ ബഹുവചനായിരുന്നു എണ്ണപ്പെട്ടത് അല്ലേ. പിന്നെ സലാസു റുബിയാത്തിൻ ബഹുവചനായിരിക്കും, ജമ്മ് 3 റുപ്യ എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ മിയത്തു എന്ന് പറഞ്ഞാൽ മിയത്തു 100നും അൽഫു 1000നും എണ്ണപ്പെടുന്ന വസ്തു ഏകവചനായിരിക്കും. അപ്പം ബി മിയത്തി റുബിയത്തിൻ ഏകവചനം, റുബിയാത്തിൻ ബഹുവചനം പറയൂല. പിന്നെ ഇതെന്തായിരിക്കും? മുലാഫിലെ 3 മുതൽ 10 വരെ പോലെ തന്നെ മുലാഫിലെ തന്നെയാണ് 100ഉം 1000ഉം. പക്ഷേ വ്യത്യാസം എന്താ? എണ്ണപ്പെടുന്നത് ഏകവചനായിരിക്കും, ബഹുവചനായിരിക്കില്ല. അൽ മുദരിസു
കം അഹൻ ലക്ക് യാ ഹാഷിം, ഹാഷിമെ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഹാഷിമുൻ ലീ സലാസത്തു ഇഖ്വത്തിൻ, എനിക്ക് 3 സഹോദരന്മാരുണ്ട്. ലീ ഹർഫുജർ യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബ് ജുംല ഖബർ മുഖദ്ദിമ, ഖബറിനെ മുന്തിച്ചു. സലാസത്തു മുബത്തദഉൻ മർഫൂൻ പിന്തിച്ചു. മുതാഖിറുൻ ഇഖ്വത്തുൻ മുദാഫിലെ മജ്റൂർ. കണ്ടോ, 3 വന്നപ്പം എണ്ണപ്പെടുന്നത് ബഹുവചനാണ്, ഏകവചനമല്ല. സലാസത്തു അഹിൻ എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഇഖ്വത്തിൻ ബഹുവചന പറഞ്ഞത്. അൽ മുദരിസു തുല്ലാബുൻഹും, അവർ വിദ്യാർത്ഥികളാണോ? ഹാഷിമുൻ ലാ ഇന്നഹും തുജാറുൻ, അല്ല തീർച്ചയായും അവർ കച്ചവടക്കാരാണ്. അപ്പോൾ ലാ ഹർഫു നഫി, ഇന്ന ഹർഫു തൗക്കീദ് വന്നസ്ബ്, ഹും ഇസ്മു ഇന്ന മൻസൂബ്, തുജാറുൻ ഖബറു ഇന്ന. അൽ മുദരിസു വകം ഉഖ്തൻ ലക, നിനക്കെത്ര സഹോദരിമാരുണ്ട്? ഹാഷിമുൻ ലീ അർബൗ അഖവാത്തിൻ, എനിക്ക് 4 സഹോദരിമാരുണ്ട്. അപ്പോൾ 4 വന്നുകൊണ്ട് എണ്ണപ്പെടുന്നത് ബഹുവചനം അഖവാത്തിൻ. ഉഖ്തിൻ എന്നല്ല പറഞ്ഞത്, അഖവാത്തിൻ. പക്ഷെ 100നും 1000നും ഏകവചനായിരിക്കും. 3 മുതൽ 10 വരെ എണ്ണപ്പെടുന്നത് ബഹുവചനായിരിക്കും. ലീ അർബൗ അഖവാത്തിൻ. ലീ ഹർഫുജർ യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബ് ജുംല ഖബർ അർബൗ മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അഖവാത്തിൻ മുലാഫിലെ മജ്റൂർ. അൽ മുദരിസു അഫിൽ ഹിന്ദി ഹുന്ന അലാൻ, അവരെല്ലാവരും ഇന്ത്യയിൽ നിന്ന്, അവരെല്ലാവരും ഇപ്പോൾ ഇന്ത്യയിലാണോ? അഫിൽ ഹിന്ദി ഇന്ത്യയിലാണോ? ഹുന്ന അവർ, അലാൻ ഇപ്പോൾ, ഇപ്പോൾ അവർ ഇന്ത്യയിലാണോ? ഹാഷിം ലാ ഇന്ന ഹുന്ന ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്തി മഅ അബി വ ഉമ്മി, അല്ല തീർച്ചയായും അവർ ഇവിടെ മദീന മുനവ്വറയിൽ എൻ്റെ ഉപ്പൻ്റെയും ഉമ്മയുടെയും കൂടെയാണ്. ലാ ഹർഫു നഫി, ഇന്ന ഹുന്ന തീർച്ചയായും അവർ, ഇന്ന ഹർഫു തൗക്കീദ് വന്നസ്ബ്, ഹുന്ന ഇസ്മു ഇന്ന മൻസൂബ്, ഹുന ലർഫ്. പക്ഷെ അവിടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലർഫ് ഖബർ ഇന്ന, ലർഫ് ഖബർ ഇന്ന. അപ്പോൾ 3ാമത്തെ ടൈപ്പ് ഖബർ ലർഫ്. ബിൽ മദീനത്തിൽ മുനവ്വറത്തി, പിന്നെ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ വിശദീകരണം പറയാണ്. മദീന മുനവ്വറയിലാണ്. ബി ഹർഫുജർ അൽ മദീനത്തിൽ മുനവ്വറത്തി, മദീനത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ എന്ന് പറയൂല, ഹുന ഖബറായി, പിന്നെ ബിൽ മദീനത്തി ഖബറാവൂല, അൽ മുനവ്വറത്തി അതിൻ്റെ വിശേഷണമാണ്. അപ്പോൾ നായത്ത് മഅ ലർഫ് ഖബർ എന്ന് പറയൂല, കാരണം ഖബർ വന്നു കഴിഞ്ഞു, ഹുന വന്നു കഴിഞ്ഞു ഖബർ, പിന്നെ മായ ഖബറല്ല, വെറുതെ ലർഫ് എന്ന് പറയാം. അബി അബു മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ വ ഹർഫു അതഫ്, ഉമ്മി മൗത്തൂഫുൻ അല അബി. അപ്പോൾ ഉമ്മു എന്താ? മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. അൽ മുദരിസു ത്വാലിബാത്തുൻ ഹുന്ന, അവർ വിദ്യാർത്ഥിനികളാണോ? ഹാഷിമുൻ ലാ അല്ല, ഇന്ന ഹുന്ന തീർച്ചയായും അവർ, മുദരിസാത്തിൻ അധ്യാപികമാരാണ്, ബിൽ മദ്രസത്തി സാനവിയത്തി സെക്കൻഡറി സ്കൂളിൽ. ലാ ഹർഫു നഫി, ഇന്ന ഹർഫു ഇന്ന തൗക്കീദ് വന്നസ്ബ്, ഹുന്ന ഇസ്മു ഇന്ന മൻസൂബ്, മുദരിസാത്തിൻ ഖബറു ഇന്ന. പിന്നെ ബി ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബറല്ല, മുദരിസാത്തിൻ ഖബറായി, പിന്നെ 2ാമത് ഖബർ പറയൂല. അപ്പോൾ അസ്ഥാനവിയത്തിൻ്റെ വിശേഷനാണ്, നായത്താണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നല്ലോണം റിവൈസ് ചെയ്ത് പഠിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇതിൻ്റെ പേജ് താഴെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.